ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിഫൂസ് കുക്കിംഗ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കുന്നത് കുത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് കുത്തപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ഇതേത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കുത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അതിനുശേഷം കഴുകിയെടുത്തതാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം. അതിനായി ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് അരിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഇതേ മെത്തേഡിൽ തന്നെ അരിപ്പൊടി ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ 2 ഗ്ലാസ് അരിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി എടുത്തിട്ടുള്ള അതേ ഒരു ഗ്ലാസ് തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു അളവ് മതി കേട്ടോ വെള്ളത്തിന്. ഇത്രയും ആയാൽ തന്നെ നല്ല പാകമായിട്ട് അരഞ്ഞു കിട്ടും. ഈ ഒരു കുത്തപ്പത്തിന് കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒട്ടിപ്പിടിക്കുന്ന അരിയുടെ ചോറാണ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുത്തപ്പത്തിന് ഒരു ഒട്ടിപ്പിടുത്തം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല അരിയുടെ ചോറാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്ര ഇട്ട് കൊടുക്കാം. അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ. ഇനി ഇത് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിതാ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയാൽ കുത്തപ്പം റെഡിയായി കിട്ടില്ല കേട്ടോ. അപ്പോൾ ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ മാവ് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ ഇതിങ്ങനെ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇളക്കിയത് ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിത് അവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പത്തിരി ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. പത്തിരി ചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഈ ചട്ടിക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇവിടെ പത്തിരി ചട്ടി എന്നാണ് പറയാറ്. അപ്പം നമ്മുടെ പത്തിരി ചട്ടി ഇതാ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ നല്ല ചൂടിൽ വേണം കേട്ടോ ഈ മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഈ ഒരു കയ്യിലിന് 2 കയ്യിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഫുള്ളാക്കിയിട്ട് വെക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു അടപ്പ് കൊണ്ടിട്ട് അടച്ച് വെക്കാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ പെർഫെക്റ്റ് കുത്തപ്പം ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അടിയിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി കറിയാണെങ്കിൽ തന്നെ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കുത്തപ്പം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാറുണ്ടാവുമെന്നറിയാം, എന്നാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.